ബോയിൽ ചെയ്യാൻ വെക്കാം. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ബേക്ക് ബീൻസ് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടി ആദ്യം കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, ഞാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുകൂടാതെ സവോള വേണം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മുടെ ഫുഡിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ സഹായിക്കുന്ന ഐറ്റംസാണ് ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം. ഒരു ടൊമാറ്റോ, നമുക്ക് ബേക്ക് ബീൻസ് കറിക്കുള്ള പാനിലേക്ക് ആദ്യം എണ്ണ ചൂടായി നമുക്ക് കടുകിട്ട് കൊടുക്കാം. അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചില്ലി, നമുക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് മസാല എല്ലാം ഇടാം. 5 മിനിറ്റ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ബേക്ക് ബീൻസ് കറിയുടെ കൂടെ നമ്മൾ കഴിക്കുന്നത് ഓട്സ് പുട്ടാണ്. ഇത് പോറിഡ്ജ് ഓട്സ് ആണ്, ഓൾ ഗ്രെയിൻ സ്കോട്ടിഷ് പോറിഡ്ജ് ഓട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് 100% ഓൾ ഗ്രെയിൻ റോൾഡ് ഓട്സ് കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. കാരണം നമ്മുടെ ഇത് ഹെൽത്തിയാണ്. കൊളസ്ട്രോൾ, ഡയബറ്റിക് ഇങ്ങനെയുള്ള ഏത് അസുഖമുള്ളവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. നമ്മളിതുകൊണ്ട് ഇപ്പോൾ പുട്ടുണ്ടാക്കാം. നമുക്ക് ആദ്യം ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ വളരെയധികം ഫൈബർ ഉണ്ട്, നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്, ഹെൽത്തിയാണ്. നമ്മളതിലേക്ക് കുറച്ച് ജീരകം, ഇത്തിരി വേണ്ട, കുറച്ച് ജീരകം ഇടുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യമുള്ളവർക്ക് മാത്രം ഉപ്പിടുക. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി പാടില്ല, ഒന്ന് നനയാനായിട്ട്. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ ഉള്ള പോലെ അത്രയും വെള്ളം വേണ്ട. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. കോക്കനട്ട് വേണ്ടവർക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഞാൻ കോക്കനട്ട് ഇട്ടിട്ടില്ല. ഇപ്പോൾ നമ്മളിവിടെ അപ്പച്ചമ്പ് റെഡിയാണ്, സ്റ്റീമറോ എന്തെങ്കിലും. ആ സ്റ്റീമറിൽ ഇപ്പോൾ സ്റ്റീമർ ചൂടായിട്ടിരിക്കുന്നു. നമുക്ക് ഇതിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കും. വളരെ കുറച്ച് വെള്ളമാണ് ആവശ്യമുള്ളത്. കാരണം ബാക്കി സ്റ്റീമും കൊണ്ട് ഇത് വെന്ത് കിട്ടിക്കോളും. ഇതുപോലെ നമ്മളിട്ടിട്ട് ഇതൊക്കെ നന്നായിട്ട് അടച്ചു വയ്ക്കുക. നമ്മുടെ സവോള ഇപ്പോൾ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു. നമുക്ക് ഈ ബേക്ക് ബീൻസ് കറിയും ഓട്സ് പുട്ടും എല്ലാം കൂടെ ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത്ര എളുപ്പമാണ്, അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നു, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നു, പിന്നെ കുറച്ച് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് മാത്രമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് ആ ടൊമാറ്റോ ഇട്ട് കൊടുക്കും.
ഓക്കെ, മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ആ സമയം കൊണ്ട് ബേക്ക് ബീൻസ് ഒന്ന് കഴുകിയെടുക്കണം. നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം. ഇന്ന് ഞാൻ ഹെയിൻസിൻ്റെ ബേക്ക് ബീൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ബേക്ക് ബീൻസാണ്. നമ്മളിത് തുറന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ജ്യൂസ്, ഇതിനകത്തുള്ള സോസ് ആവശ്യമില്ല, ടൊമാറ്റോ സോസ്. അപ്പം നമുക്കത് കളയാം. അതൊന്ന് വാഷ് ചെയ്ത് കളയാം. ഇതുപോലെ തന്നെ നമുക്ക് കടലക്കറി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം, ടിന്നിൽ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഞങ്ങൾ ബേക്ക് ബീൻസ് ഒക്കെ മേടിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുന്ന എങ്ങനെ നമുക്ക് അതുകൊണ്ട് പല രീതിയിലുള്ള ഡിഷുകൾ ഉണ്ടാക്കാമെന്ന് പരീക്ഷിക്കണം. ഓക്കെ, അതിൻ്റെ സോസ് നമ്മൾ കഴുകി കളയുക. നമ്മൾ ആ കഴുകി വെച്ച് ബേക്ക് ബീൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓട്സ് പുട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. നമ്മളിനി ബേക്ക് ബീൻസ് ഈ സൈഡിൽ വെച്ച് കുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബേക്ക് ബീൻസിൻ്റെ മിക്സിലേക്ക് നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല, ആകെ ഒഴിക്കുന്നത് പാല് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് അതിലാണ് അതിൻ്റെ സോസ്, വേറെ ഒന്നുമില്ല, പാല് മാത്രം. കുറച്ച് പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേക്ക് ബീൻസ് കറി. ഞാനിതിലേക്ക് കുറച്ച് ബോയിൽഡ് എഗ്ഗും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, മുട്ടയും കൂടെ. മുട്ട വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, ഓപ്ഷണലാണ്. ഓക്കെ, നമുക്കിപ്പോൾ ബേക്ക് ബീൻസിൻ്റെ കറി ഒരു 2-3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് റെഡിയാണ്. നമുക്കിനി മുട്ടയും കൂടെ മുട്ട പൊളിച്ചതിലേക്ക് ഓക്കെ, നമുക്ക് ഈ ബേക്ക് ബീൻസ് കറിയിലേക്ക് നമുക്ക് മുട്ട പുഴുങ്ങിയതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഓട്സ് പുട്ട് ഒന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം റെഡിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ലഞ്ചിനോ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. ഈ ലോക്ക്ഡൗൺ ടൈമിൽ എല്ലാവരും ഇത് ട്രൈ നോക്കുക. കാരണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. പിന്നെ ഇതിനകത്ത് നമുക്ക് കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഇടാം. ഇന്ന് നമ്മുടെ ഇവിടെ കറിവേപ്പില അവൈലബിൾ അല്ല, അതുകൊണ്ട് അത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ട്രൈ നോക്കുക.